ഹലോ, ഒരു ചാനലിലേക്ക്. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ പറയാനുള്ളത് ജീലാനി ദിനത്തെക്കുറിച്ചാണ്. ജീലാനി ദിനത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ ഏകദേശം റബീഉൽ 11 തൊട്ട് പള്ളികളിലൊക്കെ ഒരുപാട് ആഘോഷങ്ങളും അതുപോലെ മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ എല്ലാം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആട്, കോഴി, പോത്തിനെയൊക്കെ ഒപ്പിക്കാനായിട്ട്, അതുപോലെ അത് ബിരിയാണി വെച്ച് കൊടുക്കാനും ഒക്കെ വളരെ വളരെ പ്രയാസപ്പെട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് ഇത് പോകുന്നത്. അത് ദീനിൻ്റെ വിഷയമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ പോരിശയുണ്ട്, കൂലിയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഒരു പക്ഷേ ഈ പാവങ്ങളൊക്കെ ഇതിനു വേണ്ടി കിടന്ന് പരിശ്രമിക്കുന്നത്. എന്നാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്ന് അനിയന്മാരെ, സഹോദരന്മാരെ, ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇത്രയും പാടുപെട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ല. അതിനു മുമ്പ് നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനകത്ത് നമ്മൾ ഓതാറുണ്ട്, പള്ളിയിലൊക്കെ ഇരുന്ന് ഓതാറുണ്ട്. പക്ഷേ അതിൻ്റെ പരിഭാഷയൊക്കെ നിങ്ങൾക്ക് എല്ലാ ഭാഷകളിലും നിന്ന് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ആ പരിഭാഷകളൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് വായിക്കണം. കാരണം എന്താ അറിയോ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ സത്യവും മിഥ്യയൊക്കെ ഒന്ന് തിരിച്ചറിയണ്ടേ. മരിച്ച് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. അപ്പൊ അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പം തെറ്റ് ശരിയൊക്കെ അവിടെ നിന്ന് പഠിക്കാനും പറ്റൂല. അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ഇസ്ലാം ദീനിവിടെ പുലർന്നിട്ട് ഏതാണ്ട് 1440 വർഷത്തിലേറെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വരെയും ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ അബദ്ധമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്ര ഹദീസുകളും ഇന്ന് ഒരുപാട് പരിഭാഷകളിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പഠിക്കണം ചറ്റികളൊക്കെ. ഇന്നിപ്പോൾ ഈ ജിലാനി ദിനത്തിന്റെ പിന്നിൽ കൂടുന്ന ഈ ചെറുപ്പക്കാരൊക്കെ എത്ര പേരാണ് കറക്റ്റായിട്ട് പള്ളിയിൽ പോയി സുബഹിക്ക് നിസ്കരിക്കുക, ബാക്കിയുള്ള ഒത്ത് നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂൽ ഇതാണല്ലോ ചറ്റി, ഇങ്ങനെ ചെയ്യണമല്ലോ, അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഇതാണല്ലോ, ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ആരാ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്? അങ്ങനെയൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സത്യവും വിദ്യയൊക്കെ മനസ്സിലാവേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒഴുക്കിന് അനുസരിച്ച് ഇങ്ങനെ നീന്തുക എന്നുള്ളതാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്, അത് ചെയ്യുന്നു. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, അവർക്ക് എന്താ വിവരം ഇല്ലെന്നാ, അവർക്ക് അറിവില്ല എന്നാ പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, അവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കലല്ല നമ്മളെ പണി. പക്ഷെ വിശുദ്ധ ഖുർആന് സിരുസുന്നത്തും ശരിയോ തെറ്റോ, അത് ശരിയാണോ, അത് മനസ്സിലാക്കലാണ് നമ്മളെ പണി. അതിനകത്ത് പറയുന്നത് എന്താണ്, അത് അനുധാവനം ചെയ്യലാണ് നമ്മളെ പണി. അതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം മൊയ്തീൻ ഷേഖിനെ കുറിച്ച് അങ്ങോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് പഠിക്കാൻ പറ്റും. എന്താണെന്ന് അറിയാം, മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മൊയ്തീൻ എന്ന് പേര് വരാൻ കാരണം തന്നെ ദീനിനെ ജീവിപ്പിച്ചോനെന്നാണ്. അതായത് ഹിജറ 470 ജനിക്കുകയും അതിനുശേഷം ഒരു 556 മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഏകദേശം 85, 86, 90 വയസ്സിനിടയ്ക്ക് അദ്ദേഹം ജീവിച്ചു. ഇപ്പൊ ഈ കാലയളവിൽ അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? ഹിജറ 300 ശേഷം ഷിയായിസമൊക്കെ ഇസ്ലാമിൽ കടന്നുകൂടി. ഹവാരിജികളും ഷിയാക്കളും അതുപോലെ തന്നെ ഈ സൂഫിസമൊക്കെ കടന്നു കൂടിക്കൊണ്ട് ഒരുപാട് ദുരാചാരങ്ങളും അള്ളാൻ റസൂൽ എന്തൊക്കെയാണോ നിരോധിച്ചു പോയത് അതൊക്കെ വീണ്ടും തിരിച്ചു വന്ന ഒരു അവസ്ഥയാണ് ഈ കാലത്തിലൊക്കെ. അപ്പൊ ഈ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇറാഖില് ഹൈലാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം, ഗ്രാമത്തിലാണ് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അവിടായിരുന്നു. അദ്ദേഹം ശരിക്കും ഒരു ദായിയായിരുന്നു. അത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദുർമാർഗങ്ങളും ദുരാചാരങ്ങളും ഒരുപാട് ഇങ്ങനെ പെരുകി വന്നപ്പോൾ അദ്ദേഹം ഖുർആനും സുന്നത്തും എടുത്തുകൊണ്ടാണ് ജനങ്ങളെടുത്ത് ഇറങ്ങിയിട്ട് എല്ലാവരും അള്ളാൻ റസൂൽ എവിടാണോ നിർത്തിയിട്ട് പോയത് അവിടേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ഒരുപാട് പാടുപെട്ട മഹാനാണ്, ദീനിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ. അദ്ദേഹം ഏതാണ്ട് 4 വിവാഹം കഴിച്ചു. അതിനകത്ത് 40-41 മക്കളുണ്ട്. അതിൽ 21 പേരും 25 പേരോളം ആ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടികൾ മരിച്ചുപോയി. അപ്പം ഇവിടെ മാലക്കാരൻ, ഈ മൊയ്തീൻ ഷേഖിന്റെ പോലീസ് എഴുതിയ ഒരു മാല എന്ന് പറഞ്ഞ ഒരു ക്ഷുദ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വ്യക്തി കോഴിക്കോട്ട് ഇയാൾ ഈ മാലയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ സത്യത്തിൽ അതിന്റെ പരിഭാഷയും കിട്ടും, വാങ്ങിച്ചൊന്ന് വായിക്കണം. ഇത് വായിക്കുമ്പോൾ അതിനകത്തുള്ള വിഡ്ഢിത്തരം മൊത്തം ഹറാമത്തെന്നും പറഞ്ഞ് വിശ്വസിക്കൽ ഇബ്ലീസിന്റെ പണിയാണ്. ഇബ്ലീസിനകത്ത് ലഹനത്തുല്ലാഹി അലൈഹി നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് പറയുന്നത്, പല നിലത്തിൽ നിന്നും എന്നെ വിളിച്ചോർക്ക് വായ കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോ പറഞ്ഞു. അപ്പൊ ഈ ലോകത്തിന്റെ എവിടെ നിന്നൊന്ന് ഹാളിറന്ന് മൊയ്തീൻ ഷേഖിനെ എന്ന് മുരീദന്മാർ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്നവന്റെ വാ പൂട്ടുന്നതിന് മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്നാണ് പറയുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിപ്പിച്ച മഹാനാണ്. അദ്ദേഹം പഠിപ്പിച്ച ആയത്തുകളൊക്കെ അദ്ദേഹം എന്താണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, അള്ളാഹു എന്താ പറയുന്നത്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞ സൂറത്തുൽ ബഖറ 185 6-ാമത്തെ വചനങ്ങളൊന്ന് പരിശോധിക്കുക. യാ സഅലക ഇബാദി, അത് പഠിക്കണം.
അത് പഠിച്ചൊന്ന് മനസ്സിലാക്കണം. നബിയെ, എൻ്റെ അടിയാമാര് എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ പറയുക, നിശ്ചയം ഞാൻ സമീപസ്ഥനാണ് എന്ന് പറയുക. എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ്, യാതൊരു സംശയമില്ല. എന്നാൽ എൻ്റെ വിളിക്ക് ഉത്തരം അവർ നൽകണം. അവരെന്നിൽ വിശ്വസിക്കുകയും വേണം. എങ്കിൽ അവര് എന്തായിരിക്കും? സന്മാർഗം പ്രാപിച്ചേക്കാം. അപ്പൊ ഇവിടെ എന്താ ആയത്തിന്റെ അർത്ഥം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൂടെ, എൻ്റെ അടിയാന്മാർ എന്നെ വിളിച്ചാൽ, അത് ഔലിയാക്കൾ വിളിച്ചാലെന്നല്ല പറഞ്ഞത്. എൻ്റെ അടിയാന്മാർ എല്ലാവരും അടിമകളാണ്. അള്ളാന്റെ വിശ്വാസം സ്വീകരിച്ച എല്ലാവരും, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാം അള്ളാന്റെ അടിയാക്കളാണ്. എങ്കിൽ വിശ്വസിച്ചവരടുത്ത് പറയാൻ പറഞ്ഞതാ, എന്നെ വിളിച്ചാൽ ഞാൻ അവർക്ക് സമീപസ്ഥനാണ്, യാതൊരു സംശയമില്ല. അവർക്ക് സമീപസ്ഥനാണ്. പക്ഷെ എൻ്റെ വിളിക്ക് അവർ ഉത്തരം നൽകണം. അവരെ പ്രാർത്ഥന ഞാൻ കേൾക്കും, അത് ഞാൻ അപ്പോഴും തന്നെ അറിയും, സാധിച്ചു കൊടുക്കും. എൻ്റെ വിളിക്ക് എന്താണ്? അള്ളാഹുവിന്റെ ആ വിശ്വാസം കറക്റ്റ് ചെയ്യണം, തൗഹീദ്. അതാണ് ഇവിടെ ഇപ്പൊ പ്രശ്നമായി കിടക്കുന്നത്. മൊയ്തീൻ ഷേഖ് എന്താ പഠിപ്പിച്ച ജനങ്ങളോട്? അദ്ദേഹം പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചാണ് പഠിപ്പിക്കുന്നത്. എന്താണ്? ഇജുകൽ ഖൽബക മസ്ജിദ, നിങ്ങളെ ഹൃദയത്തെ ഒരു പള്ളി പോലാക്കണം. പള്ളിയുടെ സ്റ്റാറ്റസ് അല്ലെ, പള്ളിയുടെ ഗുണം എന്താണ്? വലാ തഅബുദു മാ അല്ലാഹി അഹദ. ആ പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനേ പാടില്ല. ഇനി പള്ളിയിൽ വെച്ചും പാടില്ല, മറ്റിടത്ത് വെച്ചും പാടില്ല, ഒരു സാഹചര്യത്തിലും പാടില്ല, സന്ദർഭത്തിലും പാടില്ല. ഈമാൻ കാര്യത്തിൽ അത് പറയുന്നുണ്ട്. ഇസ്ലാം കാര്യം ഒന്നാമത് തൗഹീദാണെന്നറിയാം. അപ്പൊ ഇവിടെ മൊയ്തീൻ ഷേഖ് പഠിപ്പിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത കറാമത്ത് കച്ചവടം ചെയ്ത് ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരാണ് ഇപ്പം. ആട്ടിനെയും പോത്തിനെയൊക്കെ അറുത്ത് ഇങ്ങനെ ബിരിയാണി വെച്ച് തിന്നുക. സഹോദരങ്ങളെ, അള്ളാഹു പരിശുദ്ധ ഖുർആനകത്ത് വ്യക്തമായിട്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നമൽ ഖമറു വൽ മൈസിറു അൻസാബ് എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അതിനകത്ത് അള്ളാഹു പറയുന്ന, വിശ്വാസികളെ, നിങ്ങൾ ഭക്ഷിക്കുന്ന ഏത് ആഹാരമാണെന്നാ പറഞ്ഞു തരുന്നത്? മദ്യം, ലോട്ടറി, ചൂതാട്ടം, അതുപോലെ ഭാഗ്യപരീക്ഷണം, ജ്യോത്സ്യം, അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയത്. അതുപോലെ തന്നെ ശവം, പന്നിമാംസം, വീണ് ചത്തത്, വന്യമൃഗങ്ങളെ പിടിച്ച് ചത്തത്, ഇതിനെയൊന്നും നിങ്ങൾക്ക് ഹറാമാണ്. ഇബ്ലീസിന്റെ പണിയാണ്, അത് തിന്നാൻ പാടില്ല. അത് അമലി ശൈത്താനാണ്. അതെന്താണ്? ഇബ്ലീസാണ് നിങ്ങൾക്ക് അത് കാട്ടിത്തരുന്നത്. നിങ്ങൾ അതിനോട്ട് അടുക്കുക പോലും ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ, ഇനി അള്ളാഹ് അല്ലാത്തവരുടെ പേരിലെന്ന് വെച്ചാൽ ലോകത്ത് എല്ലാവരും പെടും. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരോ ആവട്ടെ, മരിച്ചുപോയവരോ ആവട്ടെ, എല്ലാവരും പെടും. അവരെ ഒന്നും പേരിൽ നിങ്ങളിത് അറുക്കരുത്, ചോറ് വെക്കരുത്, തിന്നരുത്, അത് ശിർക്കാണ്, ഹറാമാണ്, ഇതൊക്കെ വരും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് അത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് നേട്ടം? അത് ഖുർആനും ഹദീസും ഒക്കെ ഒന്ന് പഠിക്കണം. പരിഭാഷ കിട്ടും, പാടുപെടണ്ട, ഇഷ്ടംപോലെ പഠിക്കാം, സുന്ദരമായിട്ട് പഠിക്കാം, അവസരമുണ്ട്. അപ്പൊ ചെയ്യണം. ഇനി മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ എന്തൊക്കെയാ പറയുന്ന റൂഹുകളെ കുറിച്ച് പറയുന്നത്, പിന്നെ മൊയ്തീൻ മാലയുടെ പരിഭാഷ ഒന്ന് വായിച്ചാൽ അറിയാൻ പറ്റും അല്ലെ. ഒരുപാട് റൂഹുകളെയൊക്കെ പിടിച്ചിങ്ങനെ കൊണ്ടുപോയപ്പോൾ ഒരു ഉമ്മയുടെ മകനും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഉമ്മ എന്ന് മൊയ്തീൻ ഷേഖിന്റെ അടുത്ത് കരഞ്ഞു, ആ മലയ്ക്കകത്തുണ്ട്, കരഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് മലക്കുകളെ അങ്ങനെ കുട്ട തട്ടി പിടിച്ച് വാങ്ങിച്ചിട്ട് അതിനകത്തുള്ള ഉമ്മയുടെ റൂഹ് എടുത്ത്, അപ്പം ബാക്കി റൂഹും കുട്ടാട്ടി പൊട്ടിച്ച് തുറന്നു കഴിഞ്ഞാൽ എല്ലാ റൂഹും പോയി. മലക്കുകളെ അങ്ങനെ അള്ളാന്റെ അടുത്ത് ഇത് മലക്കുകൾ പരാതി പറഞ്ഞ്, പടച്ചവനെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇതങ്ങ് തട്ടിപ്പറിച്ച്, അപ്പൊ അന്ന് പിടിച്ച എല്ലാ റൂഹും പോയി, പണിയൊക്കെ പാളിപ്പോയി. അപ്പോഴാ അള്ളാഹ് പറഞ്ഞത്, ആ ഒരു റൂഹിനെ കൊടുത്തിരുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമായിരുന്നോ? അങ്ങനുണ്ട്. ഇത്ര വൃത്തികെട്ട കഥകളാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ 25 മക്കൾ മരിച്ചിട്ട് അദ്ദേഹത്തിന് അത് നിലനിർത്താൻ പറ്റിയില്ല. അള്ളാഹിനോട് പ്രാർത്ഥിച്ചതിനെ മാറ്റിക്കാൻ പറ്റിയില്ല. എൻ്റെ 25, 1 മരിച്ച്, 2 മരിച്ച്, 3 മരിച്ച്, അള്ളാഹു എൻ്റെ 10 മരിച്ചു, ഇനി ഈ ബാക്കിയുള്ളതിനെ കൂടെ മരിപ്പിക്കല്ലേ. 20 മരിച്ചപ്പം പറഞ്ഞ് പ്രാർത്ഥിച്ച് 5 നിലനിർത്തി ഇല്ല. 40 അല്ലെ 41 25 മരിച്ചു പോയിട്ട് അദ്ദേഹത്തിന് നിർത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അദ്ദേഹം ഒരു മനുഷ്യനാണ്. എങ്ങനെയാണ് ഔലിയെന്നും നമുക്കറിയാൻ പറ്റൂല. സുന്നത്തും ഫറളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് ഔലിയ. അത് അള്ളാഹുവിനുമായിട്ടുള്ള അടുപ്പമാണ്. അള്ളാഹുവിനെ അറിയാൻ പറ്റും അങ്ങനെയുള്ളവരെ. അല്ലാതെ ഇപ്പൊ ഞെളിഞ്ഞങ്ങോട്ടിരുന്നുകൊണ്ട് കുറെ അനുയായികൾ 4 ചുറ്റും വന്ന് കൈപിടിച്ച് മുത്തുമ്പം അത് ഔലിയ ആവത്തില്ല. ഔലിയ ചിലപ്പം ഏറ്റവും ദരിദ്രനായിരിക്കും. റസൂലല്ലാഹ് ദാരിദ്ര്യത്തിലായി സഹാബത്തും ജീവിച്ചത്. അവർ ഔലിയാക്കളാണ്. അപ്പൊ ഷിയായിസം കടന്നുകൂടിയപ്പം ഷിയായിസത്തിന്റെ ദുരാചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നിലകൊണ്ട ഒരു മഹാനാണ്, ഒരു ദായിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു പറയുന്നതുകൊണ്ട് അറബിക്ക് പാട്ടിട്ട് ഇങ്ങനെ അടിക്കുകയാണ്, ഇങ്ങനെ പാട്ടും കൂത്തും ഒക്കെ. അപ്പൊ റസൂലല്ലാഹ് പറഞ്ഞത് കേട്ടാ തോന്നുന്നു, റസൂലല്ലാഹ് പറഞ്ഞു ഞങ്ങൾ മലയാള പാട്ട് പാടണ്ട കേട്ടോ, അറബ് പാട്ടിട്ടോ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളതിന്റെ അറബ് പാട്ടാണ് നബിദിനത്തിനും ഈ
ജയിലാനി ദിനത്തിനൊക്കെ പ്രശ്നമില്ലല്ലോ, അറബ് പാട്ടല്ലേ. റസൂലുള്ള മലയാള പാട്ടാ വിലക്ക് വെക്കുന്നത്. എന്തോരം തലയിൽ എന്ത് ചോറ് തിന്നുന്ന ബുദ്ധി. ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഒന്ന് പഠിച്ചാൽ മതി. പരിശുദ്ധ ഖുറാന്റെ പരിഭാഷയൊക്കെ വായിച്ചൊന്ന് വായിര്, അല്ലെ ഹദീസുകളൊക്കെ ഒന്ന് വാങ്ങിച്ച് വായിര്. വളരെ എളുപ്പമാണ്, സൂപ്പറായിട്ട് കാര്യം നടക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾക്ക് 10 പൈസ കൊടുക്കരുത്. ആ പേക്കൂത്തുകൾ അതിന്റെ ഒരു ഭക്ഷണം കഴിക്കരുത്. നരകത്തിലൊക്കെ ആയിരിക്കും പോകുന്നത്. നിങ്ങളെ പ്രാർത്ഥന പിന്നെ നമസ്കാരം, നോമ്പ്, ഇതൊന്നുള്ള സ്വീകരിക്കത്തൂല ഇത്തരത്തിലുള്ള ദുർമാർഗത്തിൽ പോയ. മുരാക്കന്മാർക്കൊക്കെ അതൊക്കെ ഒരു വരുമാന മാർഗമാണ്. അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം കടന്നു വന്നപ്പം ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. പിന്നെയോ പണ്ട് ദുരാചാരങ്ങൾ ഒരുപാട് ഇവിടെ നിലനിന്നിരുന്നു. അന്ന് ഈ ചാവടിയന്തരവും അതും ഇതുമൊക്കെ ഒരുപാട് നിലനിന്നിരുന്നു. അപ്പം ദേവീദേവന്മാരത്ത് പോയി ഇടതേട്ടമൊക്കെ അല്ലേ, ഇടതേട്ടത്തെ കുറിച്ചും പരിശുദ്ധ സൂറത്തിൽ ഫാത്തിറിനകത്ത് എന്താ പറഞ്ഞു, വല്ലദീന തദഊന മിൻ ദൂനിഹിമാ യംലികൂന മിൻ ഖിത്മീർ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും, ആരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും അവർക്ക് ഒരു ഈത്തപ്പഴ കുരുവിന്റെ പുറത്തിരിക്കുന്ന പാട പോലും അവർക്ക് ഉടമപ്പെടുത്താൻ കഴിഞ്ഞവരല്ല. എന്നിട്ട് അതിന് അതും ലായസ്മൗ ദുആക്കും വലൗ സമീഉ മസ്തജാബിലക്കും വയൗമൽ ഖിയാമത്തി യക്ഫറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അങ്ങനെ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാടവലും ഉടമപ്പെടുത്താൻ കഴിയാത്തവരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ ആ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇനിയോ നിങ്ങൾ കേട്ടെന്ന് വിശ്വസിച്ചാൽ പോലും അവർക്ക് ഖിയാമത്ത് നാൾ വരേക്ക് ഉത്തരം നൽകാനും കഴിയില്ല. അവർ അവസാന അന്ത്യനാളിനെ നിഷേധിക്കുമെന്ന് യുനബ്ബിഉക മിസ്ലു ഖബീർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിരുന്നത്. ഇത് അള്ളാഹു പറഞ്ഞു തരാൻ അഗാധജ്ഞനായ അള്ളാഹു ഞാനല്ല പിന്നെ ആരുണ്ടെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പോലും തലയിൽ കയറുന്നില്ലെന്ന് വെച്ചാ. അപ്പം മരിച്ചുപോയവരിനി ആരെയാവട്ടെ, റസൂലുള്ളാഹിക്ക് വേണ്ടി പോലും നമ്മളാ പ്രാർത്ഥിക്കുന്നത്. സഹാബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മളാ പ്രാർത്ഥിക്കുന്നത്. അത് മനസ്സിലാക്കണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ. റസൂലുള്ളാഹിക്കും അതുപോലെ തന്നെ കുടുംബത്തിനും, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി നമ്മളെ കൊണ്ട് അള്ളാഹ് പ്രാർത്ഥിപ്പിക്കുക. അതൊരു മാതൃകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇനി അമ്പിയാകട്ടെ, ഔലിയാകട്ടെ, ആരോ ആകട്ടെ, മഹാന്മാരാകട്ടെ, അവർക്ക് വേണ്ടി നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. അവർക്ക് ഇനി ഒന്നിനും കഴിയില്ല. അവര് മരിച്ചവരാണ്. ജീവിച്ചവനും മരിച്ചവനും സമമാവില്ല, രാവും പകലും സമമാവുകയില്ല, നന്മയും തിന്മയും സമമാവില്ല എന്ന് ഖുർആനകത്ത് ആവർത്തിച്ച് പറയുന്നു. ഇതൊക്കെ ഒന്ന് പഠിക്കാനേ പറയുന്നുള്ളൂ, അല്ലാതെ എനിക്ക് ആരോടും വിരോധമില്ല. അപ്പോൾ എൻ്റെ അനിയന്മാർ, ചേട്ടന്മാർ, സഹോദരങ്ങൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് പഠിച്ചതിന് ശേഷം ഈ പേക്കൂത്തിനൊക്കെ ഇറങ്ങി കൂടിക്കോ, കുഴപ്പമില്ല. ആദ്യം ഏത് കാര്യത്തെ വിമർശിക്കണമെങ്കിലും, ഏത് പ്രാവശ്യം നല്ലതെന്ന് പറയണമെങ്കിലും ചീത്തയെന്ന് പറയണമെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കണം എന്നേ പറയാനുള്ളൂ. അതൊക്കെ ഒന്ന് പഠിക്കുക. പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നന്മയാണോ തിന്മയാണോ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.